മദ്രസ അധ്യാപകന്മാരുടെ പീഡന വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോഴിതാ 12-കാരിയെ പീഡിപ്പിച്ച ഉറുദു അധ്യാപകൻ അറസ്റ്റിലായ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളും പുറത്തുവരികയാണ്. കൊല്ലം ഒയൂരിലാണ് സംഭവം. ഒയൂർ മോട്ടോർക്കുന്ന് കുഴിവിള വീട്ടിൽ ജബ്ബാറിന്റെ മകൻ 36-കാരനായ ഷമീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പ്രതിക്ക് SDPI ബന്ധമുള്ളതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കൊല്ലം പൂയപ്പള്ളി മേലാട് സ്കൂളിലെ അധ്യാപകനാണ് ഷമീർ എന്നാണ് വിവരങ്ങൾ. പൂയപ്പള്ളി പോലീസാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാളുകളായി പലതവണ ഇയാൾ വിദ്യാർത്ഥിയെ ഇരയാക്കിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, ഇയാൾ മറ്റു പെൺകുട്ടികളെയും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. അതേസമയം ഇസ്ലാം മത പരിവർത്തന കേന്ദ്രങ്ങളിൽ പോലും ഒന്നും അറിയാത്ത കുരുന്നുകളോട് മതപണ്ഡിതന്മാർ നടത്തുന്ന ക്രൂരതകൾ ഇതിനു മുൻപും പുറത്തു വന്നിരുന്നു. മദ്രസ അധ്യാപകന്മാരുടെ പക്കൽ പഠിക്കാൻ എത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികൾ പോലും നേരിടുന്നതാകട്ടെ ക്രൂരമായ പീഡനങ്ങളാണ്. എണ്ണിയാൽ തീരാത്തത്ര മദ്രസ പീഡനങ്ങളാണ് പുറം ലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മദ്രസകളിൽ പീഡനങ്ങൾ അരങ്ങ് തകർക്കുകയല്ലാതെ മദ്രസ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ഒന്നും തന്നെ ഇതിനെതിരെ ഒരു ക്യാമ്പയിനിങ്ങോ അല്ലെങ്കിൽ കർശന നടപടികളോ എടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. മദ്രസ കമ്മിറ്റികൾക്കും മദ്രസ അധ്യാപകർക്കും ഒക്കെ പ്രത്യേകം സംഘടനകൾ വ്യത്യസ്ത മുസ്ലിം വിഭാഗങ്ങളിൽ നിലവിലുണ്ട്. എന്നാൽ പോലും ആരും തന്നെ ഇത്തരം പ്രവണതകൾക്കെതിരെ ഒരു സർക്കുലർ ഇറക്കാനോ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം കർശനമാക്കാനോ മുതിരുന്നില്ല. അധ്യാപകന്മാരുടെ കാമവെറികളാൽ ദിവസവും മദ്രസയ്ക്കുള്ളിൽ പിച്ചി ചീന്തപ്പെടുന്ന ബാല്യങ്ങളുടെ എണ്ണമാകട്ടെ ദിനം പ്രതി കൂടി വരികയാണ്. ഏറെയും പുറം ലോകം അറിയാതെ ഒതുക്കി തീർക്കുകയാണ് പതിവ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ പുറം ലോകത്തേക്ക് എത്തുന്നത്. കേസ് ഒതുക്കി തീർക്കുന്നതാകട്ടെ നാട്ടിലെ പൗരപ്രമുഖരായിരിക്കും. ഇത്തരത്തിൽ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച സംഭവങ്ങളാണ് ഒടുവിൽ ചൈൽഡ് ലൈനിൽ പരാതിപ്പെടുന്നതോടെ പുറം ലോകത്തേക്ക് എത്തുന്നത്. അതേസമയം കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം പീഡനങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. കുട്ടികൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവർ സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതരല്ലാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരിൽ 90% അടുത്തറിയാവുന്നവരാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ 60% പേരും പ്രായമുള്ളവരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ പിതാക്കന്മാരോ അടുത്ത രക്തബന്ധത്തിൽപ്പെട്ട മറ്റുള്ളവരോ അധ്യാപകരോ ഒക്കെ ആയിരിക്കും. ബാക്കി 30% പേരും അകന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചിതരായ സുഹൃത്തുക്കളോ ആകാം. എന്നാൽ അപരിചിതരായവർ കുട്ടികളെ ആക്രമിക്കുന്നത് വെറും 10% മാത്രമായിരിക്കും. അപ്പോഴും പരിചിതരായവരെയാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതെന്നാണ് കണക്കുകളും വ്യക്തമാക്കുന്നത്. കുട്ടികളെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ അത് ചോദിച്ച് മനസ്സിലാക്കണം. ചെറിയ കുട്ടികൾ പ്രായത്തിൽ കവിഞ്ഞ ചേഷ്ടകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതും വ്യക്തമായ സൂചന തന്നെയാണ്. അല്പം മുതിർന്നാൽ അവരുടെ പെരുമാറ്റം അസാധാരണമായ ഒതുങ്ങിക്കൂടൽ, ഒറ്റയ്ക്കിരിക്കൽ, പഠനത്തോടും ഭക്ഷണത്തിനോടും താല്പര്യമില്ലായ്മ, അകാരണമായ ഞെട്ടൽ, ദേഷ്യം, തർക്കം, ചില വ്യക്തികളെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നിവയൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. സ്നേഹിച്ചവർ തന്നെ ചതിച്ചു എന്ന തോന്നൽ ഒരുപക്ഷെ മാതാപിതാക്കളെ മാനസികമായി തകർക്കുമെങ്കിലും കുട്ടിക്ക് ആവശ്യമായ മനോബലം നൽകേണ്ടത് പരമപ്രധാനമാണ്. പുറമെ അധികം പരിക്കുകളില്ലെങ്കിലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ്. ശാരീരികമായ ചികിത്സയോടൊപ്പം മാനസിക ചികിത്സയും വളരെ പ്രധാനമായ ഒന്നാണ്. ഉറപ്പായും കുട്ടിയെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും 100% ചികിത്സിച്ച് ഭേദമാക്കാനും ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.